കാസർഗോഡ് നഗരത്തിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിന് നേരെ ആക്രമണമുണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കുപറ്റി. വാഹനത്തിന് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ ആയിരുന്നു. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാരംഗ്, ഈ അക്രമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്? രതീഷ്, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ പോലീസ് കൃത്യമായ രീതിയിൽ ക്യാമ്പ് ചെയ്യാറുണ്ടായിരുന്നു. ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടെ ഉദ്യോഗസ്ഥർ തമ്പടിച്ച് നിൽക്കുന്ന സമയത്ത് 3 യുവാക്കൾ ചേർന്നൊരു വാഹനത്തിൽ ഒരു ബൈക്കിൽ ത്രിബിൾസ് അടിച്ച് വരുന്നത് കണ്ടു. അതിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ തടയുകയും വാഹനത്തിൻ്റെ രേഖകൾ പരിശോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിൽ പ്രകോപിതരായ യുവാക്കളാണ്. അവർ കടുരാവി സ്വദേശിയായ മുഹമ്മദ് ഷമി, അതോടൊപ്പം തന്നെ നാരമ്പാടി സ്വദേശികളായ അമീർ സഫാൻ എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ ഉദ്യോഗസ്ഥരെ കത്തിയെടുത്ത് ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് സന്ദീപിന് പരിക്കേൽക്കുന്നത്. സന്ദീപ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയെ തുടരുകയാണ്. ഇവർ 3 പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ച് വരികയാണ്. രതീഷ്, പോലീസിന് നേരെ ആക്രമണമുണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ അക്രമികൾക്ക് മറ്റേതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. സാരംഗ് സുരേഷാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്.